Hey hello guys, welcome back to our channel. So ഇന്ന് നമ്മൾ നോക്കുന്നത് ബ്ലൂ ലോക്ക് എന്ന ജാപ്പനീസ് അനിമേ ടി വി സീരീസിന്റെ സീസൺ 1 23ാമത്തെ എപ്പിസോഡാണ്. സോ ഇനി ഒരേ എപ്പിസോഡ് കൂടി ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞ സീസൺ 1 അവസാനിച്ചു. അടുത്തത് നമ്മൾ ഏത് ആനിമയാണ് ചെയ്യേണ്ടതെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ സമയങ്ങളാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഇസഗീനെയാണ്. റിങ്ങിന്റെ പൊസിഷനിങ് വളരെയധികം കറക്റ്റ് ആണ്. മുൻപ് ഇതുപോലെയുള്ള സിറ്റുവേഷനിൽ ബാച്ചർ അവന് ബോൾ പാസ് ചെയ്യുമായിരുന്നു. എന്നാൽ ബാച്ചർ ഇപ്പോ അവന്റെ ഇഷ്ടം പോലെ കളിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അവന് നല്ലൊരു ഭാവി ഞാൻ കാണുന്നുണ്ട്. ഇങ്ങനെ തന്നെ പോയാ തീർച്ചയായിട്ടും അവൻ സ്കോർ ചെയ്യും എന്ന് ചിന്തിക്കുവാണ് ഇസഗി. പെട്ടെന്നാണ് ബാച്ചറ ഗോൾ പോസ്റ്റിനെ ലക്ഷ്യമാക്കി ബോൾ അങ്ങ് കിക്ക് ചെയ്യുന്നത്. ഇതിനോടകം അങ്ങോട്ട് വന്ന ഇസഗി ആ ബോൾ തടയുന്നു. എനിക്കറിയാമായിരുന്നു നീ ഇതുപോലൊരു മൂവ് നടത്തുമെന്ന്, ഒറ്റയ്ക്ക് നീ ഇവിടെ എത്തുമെന്ന് എനിക്കറിയാമായിരുന്നു എന്ന് പറയുവാണ് ഇസഗി. എന്ന് പെട്ടെന്നാണ് ഇസഗിയുടെ കാലിൽ തട്ടി ആ ബോൾ തെറിച്ച് റിന്നിന്റെ അടുത്തോട്ട് പോകുന്നത്. സോ ഈ ഒരു കാര്യം ഇസഗി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വളരെ പെട്ടെന്ന് തന്നെ റിൻ ഗോൾ പോസ്റ്റിനെ ലക്ഷ്യമാക്കി ഒറ്റ അടി അങ്ങ് അടിക്കുന്നു. അതെ, ടീം വൈറ്റിന് നേരെ 5 ഗോളുകൾ അടിച്ച് ടീം റെഡ് വിജയിച്ചിരിക്കുന്നു. അവര് വിജയിച്ചു എന്നുള്ള കാര്യം ഇവരെ കൊണ്ട് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല. ഇത്രയധികം കഷ്ടപ്പെട്ടിട്ടും ഞാൻ അവരുടെ മുമ്പിൽ തോറ്റുപോയല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇസഗി. സോ ടീം വൈറ്റ് തോറ്റുപോയത് കൊണ്ട് അതിൽ നിന്ന് ഒരാളെ ഇവർക്ക് തെരഞ്ഞെടുക്കണം. അതാരെ തെരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞ് ഒരു ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അറിയോയും ആവോഷിയും. ഇതേസമയം ബാച്ചറയ്ക്ക് ഇസഗിയെ തെരഞ്ഞെടുക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ അവസാന നിമിഷം ഇവർക്കാർക്കും പാസ് കൊടുക്കാത്തത് കൊണ്ട് അത് ഇവരോട് പറയുന്നത് ശരിയാണോ എന്ന് പറഞ്ഞ് ചിന്തിച്ചു നിൽക്കുവാണ് ബാച്ചറ. ഹേയ് മിണ്ടാണ്ടിരിക്കുക, ഇപ്രാവശ്യം ടീമിലോട്ട് ആരെയാണ് എടുക്കേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കും. ഇപ്പോ കുറച്ച് മുൻപ് നടന്ന ആ മൂവ് അതെന്നെ കൊണ്ട് വായിക്കാൻ സാധിച്ചില്ല. ഇവിടെ വന്ന് ആദ്യമായിട്ടാണ് തോൽവി ഞാൻ മുഖാമുഖം കാണുന്നത്. അതിന് കാരണമായ നിന്നെ ഞാൻ വെറുതെ വിടില്ല. സോ ഇസഗി യുഎച്ചി, ലെറ്റ്സ് പ്ലേ ടുഗദർ എന്ന് പറഞ്ഞ് ഇസഗിയെ വിളിക്കുവാണ് റിൻ. എന്നെ ഇത് കേട്ട് ഇസഗി, അവനെന്തിനാ എന്നെ പിക്ക് ചെയ്തേ? അപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആ ബോൾ വേറെ ആരുടെ അടുത്തോട്ട് വേണമെങ്കിലും പോവാമായിരുന്നു. എന്നാ അത് കറക്റ്റ് ആയിട്ട് റിന്നിന്റെ അടുത്തോട്ട് തന്നെ പോയി. ഞാൻ വിജയത്തിന്റെ തൊട്ടടുത്തെത്തിയിട്ടും അവസാന നിമിഷം അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവൻ വിജയിച്ചത് എന്ന് ചിന്തിക്കുകയാണ് ഇസഗി. സോ ടീം റെഡ് അവിടെ നിന്നും പോകുന്നു. ഹേയ് ഇസഗി, വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് ബാച്ചർ അവനെ വിളിക്കുന്നു. അപ്പോഴാണ് ചീഗറിനെയും നാഗിയെയും ബാറോനെയും പറ്റി അവൻ ആലോചിക്കുന്നത്. ഹേയ് ഗായ്സ്, നിങ്ങൾ എന്നോട് ക്ഷമിക്ക്, നമ്മൾ ഓൾമോസ്റ്റ് അവരെ തോൽപ്പിച്ചതാ, പക്ഷെ ജസ്റ്റ് മിസ്സിനാ അവർ വിജയിച്ച് എന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇസഗി. ഹേയ്, ഉപദേശവും ഊഞ്ഞാലാട്ടലും ഒരുമിച്ച് വേണ്ട. നിന്നെ അവർ തെരഞ്ഞെടുത്തില്ലേ, നിനക്ക് പോകാം എന്ന് ചീഗിരി അവനോട് പറയുന്നു. ഹേയ്, നിന്റെ ഈ മുഖം ഇനി എനിക്ക് കാണണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോ സന്തോഷമുണ്ട്. പക്ഷേ നിന്നെ അവർ തെരഞ്ഞെടുത്തു എന്നുള്ളതിൽ എനിക്ക് സങ്കടവും ഉണ്ട്. ഹേയ് ഇസഗി, നീ നന്നായിട്ട് എന്നെ കളിച്ചു, അതുകൊണ്ടാ അവർ നിന്നെ തെരഞ്ഞെടുത്തേ. സത്യം പറയുവാണെങ്കിൽ ഈ കഥയിലെ മെയിൻ ക്യാരക്ടർ തന്നെ നീയാ. ഞങ്ങൾ വെറും സൈഡ് റോളിനു വേണ്ടി മാത്രം വന്നവരാ. അത് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ അതാണ് സത്യം എന്ന് നാഗി അവനോട് പറയുന്നു. ഇത്രയും ദൂരം ഞാൻ വരാൻ കാരണം നിങ്ങളാ. തീർച്ചയായിട്ടും അതിന് ഞാൻ നിങ്ങളോട് എപ്പോഴും കടപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞ് ഇസഗി അവിടെ നിന്നും പോകുന്നു. സോ ഇസഗി അവിടുന്ന് പോയ സമയത്താണ് ഇവരുടെ യഥാർത്ഥ ഇമോഷൻ പുറത്തോട്ട് വരുന്നത്. ഇത്രയും ദൂരം വന്നിട്ടും തോറ്റുപോകുമെന്ന് പറയുന്നത് വളരെയധികം സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാലും ഇതൊരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. എന്നാൽ മാത്രമേ ഇനിയും നമ്മളെ കൊണ്ട് മുന്നോട്ട് വരാൻ സാധിക്കൂ എന്നവർ പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഇസഗിയെ അവോഷി അവരുടെ ടീമിലോട്ട് വെൽക്കം ചെയ്യുന്നതാണ്. നീ എന്നെ എടുക്കൂന്ന് പറഞ്ഞിട്ട് അവസാനം ഞാൻ നിന്നെ എടുക്കേണ്ടി വന്നു എന്ന് ബാച്ചറി അവനോട് പറയുന്നു. ഇതേ സമയമാണ് റിന്നിനോട് ഇസഗി നീ എന്തിനാ എന്നെ തെരഞ്ഞെടുത്തതെന്ന് ചോദിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, അത് നിന്റെ ഒരു ഭാഗ്യമാണെന്ന് നീ വിചാരിച്ചേക്ക്. എന്ത് ഭാഗ്യമോ? അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ മാച്ചിൽ തോൽക്കില്ലായിരുന്നു. നടന്ന കാര്യം എന്താണെന്ന് നീ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ ഇസഗി. ഭാഗ്യം ഒരിക്കലും വെറുതെ ഇരിക്കുന്ന ഒരാളുടെ അടുത്തോട്ട് വരില്ല. ഈ കാര്യം ഇതുവരെ നിനക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ വിജയത്തിന്റെയും തോൽവിയുടെയും ഈ ലോകത്ത് നിനക്ക് ജീവിക്കാൻ അവകാശമില്ല എന്ന് പറയുവാണ് റിൻ. ഹലോ മൈ ഡയമണ്ട്സ് ഇൻ ദ റഫ്. സെക്കൻഡ് സെലക്ഷനിൽ പാസ്സായ എല്ലാവർക്കും എന്റെ അഭിനന്ദനങ്ങൾ. എന്താണ് ഭാഗ്യം? ശരിക്കും അത് വളരെ ഭയാനകമായിട്ടുള്ള ഒരു വിഷയമാണ്. സോ ഇപ്പൊ നിങ്ങൾ അടുത്ത ചാപ്റ്ററിലോട്ട് കടന്നു കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് ഫുട്ബോൾ ലോകത്തെ ഭാഗ്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഭാഗ്യം ശരിക്കും ഒരു ഭാഗ്യമാണ്. അടിസ്ഥാനപരമായിട്ട് അത് വെറും ഒരു യാദർശികം മാത്രമാണല്ലേ. തോൽക്കുന്ന ഭാഗത്തെ ആളുകൾ അതിനെ വിശദീകരിക്കുന്നത് അങ്ങനെയാണ്. സോ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. സമ്മർ കാലഘട്ടത്തിൽ നറുക്കെടുക്കുന്ന ഒരു ലോട്ടറി, പക്ഷേ നിർഭാഗ്യവശാൽ അതിന് വലിയ സമ്മാനമൊന്നും കിട്ടിയില്ല. സോ ആ ലോട്ടറി ഉണ്ടാക്കിയ ആൾ വിജയിക്കുന്ന നമ്പർ അതിൽ ഇട്ടില്ലെങ്കിൽ വിജയിക്കാത്ത ആളുകൾക്ക് ശരിക്കും ബാഡ് ലക്ക് ആണെന്ന് നമ്മളെ കൊണ്ട് പറയാൻ സാധിക്കുമോ? ഇതോ കേട്ടിട്ടും ഇസഗിക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഭാഗ്യം എന്ന് പറയുന്നത് ഇവിടെ മാത്രമല്ല ഉള്ളത്. അതിന്റെ വഴിയിൽ നമ്മൾ നമ്മളെ തന്നെ കൊണ്ടുപോയാൽ മാത്രമേ നമുക്കത് ലഭിക്കൂ. ഫുട്ബോളിന്റെ കാര്യത്തിലും അത് അങ്ങനെ തന്നെയാണ്.
പൂജ്യത്തെ ഒന്നാക്കാൻ നിങ്ങൾ ഒരുപാടധികം കഷ്ടപ്പെടുന്നു. നിങ്ങളുടെ വെപ്പണിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുന്നു. സോ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ബ്ലൂ ലോക്കിൽ വെച്ചിട്ടാണ് പഠിച്ചത്. അത് ഗോളുകൾ നേടുന്നതിന്റെ ആവശ്യകത എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. എന്നാൽ നിങ്ങളുടെയും നിങ്ങളുടെ ഓപ്പോണന്റിന്റെയും ലക്ഷ്യം കൂട്ടിമുട്ടുന്ന സമയത്ത് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരവസരം ഉണ്ടാക്കുകയും അത് ഭാഗ്യത്തിന്റെ അടിസ്ഥാനമായി തിരിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ മാച്ചിൽ ബാച്ചിലയുടെ കയ്യിൽ ബോൾ കിട്ടിയതും ടീം വൈറ്റിലെ ആളുകൾ അവനെ മുഴുവനായിട്ടും വളഞ്ഞു. എന്നാൽ ടീം റെഡിലെ മറ്റ് 2 പേർ അനങ്ങാതെ അവിടെ തന്നെ നിന്നു. ആ ഫീൽഡിനെ കൺട്രോൾ ചെയ്തത് 2 പേർ മാത്രമാണ്. ഇസഗി, ബാച്ചിലയുടെ ആ ഷോട്ട് തടുക്കാൻ വേണ്ടി നീ ശ്രമിക്കുന്ന സമയത്ത് തന്നെ റിന്നിനെ അനങ്ങാൻ സമ്മതിക്കാതെ നീ അവന്റെ കൂടെ ഓടുകയും ചെയ്തു. ടീം റെഡിലെ മറ്റ് 2 പേരുടെയും പോലെ റിൻ അവിടെ അനങ്ങാതെ നിന്നിരുന്നെങ്കിൽ അവനെ കൊണ്ട് ഇപ്പോ സ്കോർ ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. സോ ഫീൽഡിൽ അവൻ എപ്പോഴും മൂവ്മെന്റോട് കൂടി നിന്നതുകൊണ്ട് മാത്രമാണ് ബോൾ അവന്റെ അടുത്തോട്ട് വന്നതും ഗോൾ അടിക്കാൻ അവനെ കൊണ്ട് സാധിച്ചത്. അതാണ് അവന്റെ ലക്ക്. തോറ്റുകൊടുക്കാതെ പോരാടിയത് കൊണ്ട് മാത്രമാണ് ആ ഭാഗ്യം അവന് കിട്ടിയത്. സോ നമ്മളൊരു ഫീൽഡിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ഓടിക്കൊണ്ടേയിരിക്കണം. എപ്പോ എങ്ങനെ ഒരു ചാൻസ് വരുമെന്ന് നമ്മളെ കൊണ്ട് ഒരിക്കലും പറയാൻ സാധിക്കില്ല. സോ ഓപ്പർച്യൂണിറ്റി വരുന്നതിന് മുൻപ് നമ്മൾ അവിടെ എത്തിയാൽ മാത്രമേ അത് നമ്മളെ കൊണ്ട് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കൂ. മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അത് ശരിക്കും ഒരു ഭാഗ്യം മാത്രമായിരിക്കാം. എന്നാൽ ആ ഭാഗ്യം യൂസ് ചെയ്താൽ മാത്രമേ നമ്മളെ കൊണ്ട് പ്രൊഡക്റ്റീവായിട്ട് നിൽക്കാൻ സാധിക്കൂ എന്ന് പറയുവാണ് ഈഗോ. ഈഗോ പറയുന്നതെല്ലാം നീ സമ്മതിക്കുന്നുണ്ടോ റിൻ എന്ന് ചോദിക്കുകയാണ് ഇസഗി. അവര് പറയുന്നത് എല്ലാം ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നീ ക്രിയേറ്റ് ചെയ്ത ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ലക്കായിട്ട് എനിക്ക് കിട്ടിയത്. സോ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അതൊരു തോൽവിയായിട്ട് ഞാൻ കാണുന്നു. എന്നാൽ മാത്രമേ അടുത്ത സ്റ്റേജിലോട്ട് എന്നെ കൊണ്ട് പോവാൻ സാധിക്കൂ. എന്റെ മുൻപിൽ നീ ഒന്നുമല്ലെന്ന് എന്നെ കൊണ്ട് കാണിക്കാൻ പറ്റൂ. ഇത് കേട്ട് ഇസഗിക്ക് ഒരുപാടധികം ദേഷ്യം വരുന്നു. റിന്നിനേക്കാൾ മുൻപിൽ എത്തിയെന്ന് അവൻ ഗെയിം കളിക്കുന്ന സമയത്ത് വിചാരിച്ചെങ്കിലും റിന്നിന്റെ തൊട്ടടുത്ത് പോലും അവൻ എത്തിയിട്ടില്ലെന്ന് അവനിപ്പം മനസ്സിലായിരിക്കുന്നു. ബിക്കോസ് റിന്ന് അവന്റെ തോൽവി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ എന്നെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല. ശരി, തീർച്ചയായിട്ടും എന്നെ കൊണ്ട് അതിന് പറ്റും. അവനേക്കാൾ മികച്ചത് ഞാനാണെന്ന് അവനെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും എന്ന് പറയുവാണ് ഇസഗി. ഇതേ സമയമാണ് ഈഗോ ഒരു കാര്യം അനൗൺസ് ചെയ്യുന്നത്. ഇതുവരെ നിങ്ങൾ നീന്തിക്കൊണ്ടിരുന്നത് ജപ്പാനിലെ ഒരു ചെറിയ പൊട്ടക്കിണറ്റിന്റെ ഉള്ളിൽ മാത്രമായിരുന്നു. എന്നാൽ ഇനി നിങ്ങൾ നോക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്നാണ്. വേൾഡിലെ തന്നെ ബെസ്റ്റ് 5 പ്ലേയേഴ്സിന്റെ കൂടെയാണ് അടുത്തത് നിങ്ങൾ കളിക്കാൻ പോകുന്നത്. ഇത് ലൂണ, സ്പാനിഷ് ക്ലബിലുള്ള ഇവൻ സ്പെയിനിലെ രാജകുടുംബമാണ്. ഇവൻ ആഡം ബ്ലാക്ക്, ഇംഗ്ലീഷ് ലീഗിലെ ടോപ്പ് സ്കോറർ. ഇത് അർജന്റീനയുടെ വേൾഡ് ക്ലാസ് ഫ്രീ കിക്കർ പാബ്ലോ കബാസോസ്. ദ ഹംഗ്രി ഹെവി ടാങ്ക് ഡാഡാ സിൽവ. ഇവരെല്ലാം വേൾഡ് ബെസ്റ്റ് സ്ട്രൈക്കേഴ്സ് ആണ് എന്ന് പറയുവാണ് ആവോഷി. അല്ല, ഈ മിഡിലിൽ നിൽക്കുന്ന ആരാ എന്ന് ചോദിക്കുകയാണ് ബാച്ചറ. ഇവൻ ജൂലിയൻ ലോക്കി, ഫ്രഞ്ച് ലീഗിലെ പുതിയ സൂപ്പർ സ്റ്റാർ ആണ്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 17 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. ഇത് കേട്ട് ഇസഗിയെ കൊണ്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എന്റെ അതേ പ്രായം, എന്നിട്ടൊരു നാഷണൽ ടീമിൽ എത്തിയെന്നോ? അപ്പോഴാണ് ഇസഗി ആ കാര്യം ശ്രദ്ധിക്കുന്നത്. റിന്നെ അവിടെ ഒന്നും കാണാനില്ല. അവൻ എവിടെയാണെന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്താണ് പുള്ളിക്കാരൻ സമാധാനമായിട്ട് ഒരു സ്ഥലത്തിരുന്ന് യോഗ ചെയ്തുകൊണ്ടിരിക്കുവാണ്. പെട്ടെന്നാണ് ഇസഗി അങ്ങോട്ട് ചെല്ലുന്നത്. അവന്റെ കൂടെ ചേർന്ന് അവൻ ചെയ്യുന്നത് പോലെ തന്നെ ഇവനും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഹേയ്, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? ഒന്നുമില്ല, നീ ചെയ്യുന്നത് പോലെ നിന്നെ പോലെ ആവാൻ പറ്റുമോ നോക്കുക. അതുകൊണ്ട് നിന്റെ ചേട്ടൻ ഇറ്റേഷുമായിട്ട് നിനക്ക് എന്താ പ്രശ്നം? പറഞ്ഞു തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ അതങ്ങ് തീർത്തൂടെ എന്ന് ചോദിക്കുകയാണ് ഇസഗി. ആ പ്രശ്നം എന്താണെന്ന് നീ അറിയണ്ട. അത് തീരണമെങ്കിൽ ഞാൻ അവനേക്കാൾ മികച്ചതായിട്ട് മാറിയേ പറ്റൂ എന്ന് പറയുവാണ് റിൻ. ഓ, അങ്ങനെയാണോ? ശരിക്കും പറയുവാണെങ്കിൽ നീ എനിക്ക് പറ്റിയ ഒരു എതിരാളി തന്നെയാ എന്ന് പറയുവാണ് ഇസഗി. ഇത് കേട്ട് റിൻ ഒരു കൈയിൽ തലകുത്തനെ നിൽക്കുന്നു. നീ എന്തീ ചെയ്യുന്നേ? ഇത് യോഗയാണോ എന്ന് ചോദിക്കുകയാണ് ഇസഗി. നിനക്ക് പറ്റിയ ഒരു എതിരാളിയാണ് ഞാനെന്ന് നീ പറഞ്ഞില്ലേ? അപ്പോ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്രയെങ്കിലും നിനക്ക് ചെയ്യാൻ പറ്റണ്ടേ? അതുകൊണ്ട് നിന്നതാ എന്ന് പറയുവാണ് റിൻ. സോ പെട്ടെന്ന് ഇസഗി തലയും കൊത്തി താഴെ വീഴുന്നു. ഡേയ്, എന്തുവാടാ കാണിക്കുന്നേ? കളിക്കുവാണാടാ എന്ന് പറഞ്ഞ് റിൻ അവനോട് ചൂടാവുന്നു. സോ നാളെ നടക്കാൻ പോകുന്ന മത്സരത്തെ പറ്റി ആലോചിച്ച് ഇസഗിക്ക് ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല. വേൾഡിലെ തന്നെ ബെസ്റ്റ് പ്ലേയേഴ്സിന്റെ കൂടെയാണ് കളിക്കാൻ പോകുന്നത്. സോ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ ഇസഗി പെട്ടെന്ന് എന്നെ ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇതേ സമയമാണ് ബാസിൽ അങ്ങോട്ട് വരുന്നത്. എന്താ മോനെ, ഒറ്റക്ക് ട്രെയിനിങ് ചെയ്യണോ? ഞാനും ജോയിൻ ചെയ്യട്ടെ എന്ന് ചോദിക്കുകയാണ് ബാച്ചിറ. ഞാൻ ബ്ലൂ ലോക്കിലോട്ട് വന്നത് തന്നെ നിന്നെ പോലെയുള്ള ഒരു ഫ്രണ്ടിനെ കിട്ടാൻ വേണ്ടിട്ടാ. തീർച്ചയായിട്ടും നീ നല്ലൊരു ഫ്രണ്ടാണ് ഇസഗി എന്ന് ബാച്ചിറ അവനോട് പറയുന്നു. ഓ, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നാളത്തെ മാച്ച് നമ്മൾ ഒരുമിച്ച് വിജയിക്കും എന്ന് ഇസഗിയും പറയുന്നു.
സോ പിറ്റേ ദിവസം രാവിലെ ആവുകയാണ്. മാച്ചിന് വേണ്ടിയിട്ട് അവരെല്ലാവരും ഫീൽഡിലോട്ട് വരുന്നു. മറ്റു രാജ്യത്തു നിന്ന് വന്ന ആ പ്ലേയേഴ്സ് എല്ലാം തന്നെ അവിടെ ഇംഗ്ലീഷിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ പിള്ളേർക്ക് ഈ ഇംഗ്ലീഷ് മൂവിയൊക്കെ കണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. എങ്ങനെ അവരോട് സംസാരിക്കണമെന്ന് അറിയാൻ പാടില്ല. സോ ഇവരെ കണ്ട് ഫോറിൻ പ്ലേയേഴ്സ് എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെന്തിനാ നമ്മളെ നോക്കി ചിരിക്കുന്നേ? അതെന്താണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എന്തായാലും നമ്മളെ കളിയാക്കുകയാണെന്ന് മാത്രം എനിക്ക് മനസ്സിലായി എന്ന് പറയുവാണ് അറിയോ. ഇതേ സമയമാണ് റിൻ അവരുടെ അടുത്തോട് ചെല്ലുന്നത്. ഹേയ്, ഞങ്ങളെ കണ്ട് സാധാരണ പ്ലേയേഴ്സ് ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഈ മാച്ച് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ തോറ്റു എന്ന. സോ ഇത്രയും ഫ്ലുവന്റ് ആയിട്ട് അവരോട് ഇംഗ്ലീഷ് പറയുന്ന റിന്നിനെ കണ്ട് ഇവർക്ക് അതിശയം തോന്നുന്നു. ഒരു സീരിയസ് ആയിട്ടുള്ള ഗെയിം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓവറായിട്ട് സംസാരിക്കുന്ന നിന്റെയൊക്കെ വായ ഞാൻ അടപ്പിച്ച് കാണിച്ചു തരാം എന്ന് റിൻ അവരോട് പറയുന്നു. സോ അവർ തമ്മിൽ ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച ലൂണ അവരെ തടയുന്നു. ഹേയ്, നീയാണല്ലേ ഇറ്റോഷിയുടെ അനിയൻ റിൻ? സത്യം പറയുവാണെങ്കിൽ നിന്റെ ചേട്ടനെ പറ്റി ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ദ ജീനിയസ് മിഡ്ഫീൽഡർ ഷായ് ഇറ്റോഷി. അവന്റെ അനിയനായിട്ടുള്ള നിന്റെ അടുത്തും അതുപോലെ വല്ല കഴിവുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ അവന്റെ ചേട്ടനുമായിട്ട് ഇവനെ കമ്പയർ ചെയ്യുന്നത് കണ്ട് ഇവന് നല്ല രീതിയിൽ ദേഷ്യം വരുന്നു. അങ്ങനെ മാച്ച് ആരംഭിക്കുന്നു. ഇസക്കി ബാച്ചറയ്ക്ക് ബോൾ പാസ് ചെയ്യുന്നു. ട്രിബിളിംഗ് എല്ലാം ചെയ്ത് പാബ്ലോയെ മറികടക്കാൻ വേണ്ടി ശ്രമിക്കുവാണ് ബാച്ചറ. സോ ബാച്ചറയുടെ സ്കിൽ കണ്ട് അവൻ തന്നെ അത്ഭുതപ്പെടുന്നു. പെട്ടെന്നാണ് ഇസക്കി അവനോട് പാസ് തരാൻ വേണ്ടി പറയുന്നത്. പക്ഷെ അത് കൊടുക്കാൻ വേണ്ടി ബാച്ചറ തയ്യാറാവുന്നില്ല. എന്നെക്കാൾ നന്നായിട്ട് കളിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഞാൻ പാസ് കൊടുക്കൂ. സോ ഇതാണ് ബാച്ചറ 2.0. ഓ അങ്ങനെയാണോ? എന്നാ ശരി എന്ന് പറഞ്ഞ് ഇസക്കി മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നു. പെട്ടെന്നാണ് ലോക്കി അവന്റെ മുമ്പിലോട്ട് വരുന്നത്. ലോക്കിയെ മറികടക്കാൻ വേണ്ടി ഒരു ബ്ലൈൻഡ് സ്പോട്ട് തെരഞ്ഞു പോവുകയാണ് ഇസക്കി. പെട്ടെന്നാണ് ബാച്ചറ ബോൾ ഒരാൾക്ക് നേരെ പാസ് ചെയ്യുന്നത്. ആരാടാന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്താണ് നമ്മൾ ആ കാഴ്ച കാണുന്നത്. നമ്മുടെ റിൻ ആയിരുന്നു അത്. ബോൾ അവന്റെ കൈ കിട്ടിയതും അവൻ ഒറ്റ അടി അങ്ങ് അടിക്കുന്നു. സോ ഫസ്റ്റ് ഗോൾ വളരെ മനോഹരമായിട്ട് ബ്ലൂ ലോക്ക് കരസ്ഥമാക്കിയിരിക്കുന്നു. വേൾഡിലെ തന്നെ ബെസ്റ്റ് പ്ലേയേഴ്സിനെ മറികടന്ന് ഫസ്റ്റ് ഗോൾ കരസ്ഥമാക്കിയത് കൊണ്ട് ഇത് കണ്ട് അതിശയപ്പെട്ടിരിക്കുകയാണ് ആഘോഷി. ഇത് കണ്ട് ഫോറിൻ പ്ലേയേഴ്സ് ഒരു പുഞ്ചിരിയോടെ അവരെ തന്നെ നോക്കുന്നു. യെസ്, അടുത്തത് എന്റെ അവസരമാണ്. ഇനി ഗോൾ അടിക്കാൻ പോകുന്നത് ഞാനായിരിക്കും എന്ന് പറയുവാണ് ഇസക്കി. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് വേറെ ലെവലായിട്ടുള്ള ഒരു സാധനമാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത അടുത്ത എപ്പിസോഡ് അടുത്ത സമയം വരാതുവരേക്കും ബൈ.